ഹലോ, ഇന്ന് നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ പോക്കിമോൻ എക്സ്പ്ലനേഷൻ ആണ്. പോക്കിമോൻ്റെ എക്സ്പ്ലനേഷൻ വന്നിട്ട് ഒരുപാട് നാളുകളായി. ഞാനിതൊരിക്കലും നിർത്തില്ല, പക്ഷേ ഇതുപോലെയൊക്കെ ആയിരിക്കും വീഡിയോസ് വരിക. ഏതായാലും ഈ മാസം കുറച്ചധികം പോക്കിമോൻ്റെ എപ്പിസോഡ്സുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുമെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇതുപോലെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആശും കൂട്ടുകാരും പുതിയ വെല്ലുവിളി നേരിടാൻ വേണ്ടി ഡാർക്ക് സിറ്റി എന്നൊരു ഗ്രാമത്തിലെത്തിയിട്ടുണ്ട്. ഇവിടെ അവർക്ക് ഏതുതരം വെല്ലുവിളിയായിരിക്കും നേരിടേണ്ടി വരിക? ഇവിടെയാണെങ്കിൽ മൊത്തം ഒരു പ്രതാലയം പോലെ, അല്ലെങ്കിൽ ഒരു മരുഭൂമി പോലെയാണ്. ഈ സ്ഥലം കണ്ടിട്ട് എനിക്ക് ചെറുതായി പേടി തോന്നുന്നുണ്ട്. ഈ ഉച്ച സമയത്തും ഇവിടെ ഒരു മനുഷ്യൻ പോലുമില്ല. അങ്ങനെ പറഞ്ഞു പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു കുട്ടി സന്തോഷത്തോടെ പുറത്തോട്ട് ഓടി വരിക. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ വന്ന്, മോനെ നീ അകത്തോട്ട് വാ, അല്ലെങ്കിൽ പോക്കിമോൺ ട്രെയിനേഴ്സ് വരുമെന്ന് പറഞ്ഞ് ആ കുട്ടിയെ കൊണ്ടുപോകും. എന്തുകൊണ്ടാണ് അവർ പോക്കിമോൺ ട്രെയിനേഴ്സിനെ പേടിക്കുന്നത്? പെട്ടെന്നാണ് അവരുടെ നേരേക്ക് കുറച്ച് കല്ലുകൾ വരിക. അതാണെങ്കിൽ 3 കുട്ടികളാണ്. അങ്ങനെയാണ് എപ്പിസോഡിന്റെ പേര് എഴുതി കാണിക്കുന്നത്, ഷോ ഡൗൺ അറ്റ് ഡാർക്ക് സിറ്റി. ആഷാണെങ്കിൽ ആ കുട്ടികളോട് സോറി പറയും. നിങ്ങൾ പോക്കിമോൺ ട്രെയിനേഴ്സ് അല്ലേ? അതെ, എന്റെ പേര് ആഷ്. ഞാനൊരു ദിവസം വേൾഡിലെ ബെസ്റ്റ് പോക്കിമോൺ മാസ്റ്റർ ആകും. അങ്ങനെ അവർ 3 പേരും ആ 3 കുട്ടികൾക്ക് അവരെ പരിചയപ്പെടുത്തി കൊടുത്തു. അങ്ങനെ പറഞ്ഞപ്പോ ആ കുട്ടികൾ അവരെ വടിയെടുത്തടിച്ചു. നിങ്ങൾ ആരായാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, നിങ്ങൾ പോക്കിമോൻ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടൗണിൽ നിന്ന് പോയേ പറ്റൂ. എന്തുകൊണ്ട്? പോക്കിമോൻ എന്ത് ചെയ്തു? അപ്പോഴാണ് അങ്ങോട്ട് ഒരാൾ ഓടി വന്നാണ്ട് കുട്ടികളോട് ക്ഷമ പറയാൻ പറയും. നിങ്ങൾ എന്റെ റെസ്റ്റോറന്റിലേക്ക് വാ, ഞാൻ നിങ്ങൾക്ക് എല്ലാം വ്യക്തമാക്കി പറഞ്ഞു തരാം. ഡാർക്ക് സിറ്റിയിൽ 2 ജിമ്മുകളാണ് ഉള്ളത്. ഒന്ന് യാസ് ജിം, മറ്റൊന്ന് ഗ്രാസ് ജിം. ആ 2 ജിമ്മുകൾ കാരണം എപ്പോഴും ഈ സിറ്റിയിൽ തമ്മിലടിയാണ്. അതുകൊണ്ടാണല്ലേ ഇവിടുത്തെ വഴികളിൽ ഒരാളെ പോലും കാണാത്തത്. കുറച്ചു നേരമായി ഇവരുടെ റെസ്റ്റോറന്റിൽ തന്നെ ആഷിനെയും ആഷിന്റെ ടീമിനെയും നിരീക്ഷിച്ചുകൊണ്ട് ഒരാൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എന്തിനാണ് അവർ പരസ്പരം തല്ലുണ്ടാക്കുന്നത്? അവർ പറയുന്നത് അതിലാര് വിജയിക്കുന്നോ അവരാണ് ഇവിടുത്തെ ഒഫീഷ്യൽ ജിം. പെട്ടെന്നാണ് അവർ പുറത്തൊരു ശബ്ദം കേൾക്കുക. അത് അവർ തമ്മിൽ ഫൈറ്റ് ചെയ്യുകയാണെന്ന് അയാൾ പറയും. എന്നിട്ട് അവർ ആഷിനോടും മിസ്റ്ററിനോടും ബ്രോക്കിനോടും മുകളിൽ പോയി ഒളിക്കാൻ പറയും. 2 ടീമും നിങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞ് അവർ തമ്മിൽ അറ്റാക്ക് ആകും. 2 ടീമിനും മെയിൻ ഒരു പോക്കിമോൻ ഉണ്ട്. അതിൽ കാസ് ജിമ്മിന്റെ പോക്കിമോനാണ് ഇലക്ട്രോബാസ്. യാസ് ജിമ്മിന്റെ ആണെങ്കിൽ അത് സൈത്തറാണ്. ഈ 2 ടീമുകളും തല്ലുണ്ടാക്കുമ്പോൾ മെയിൻ പ്രശ്നം ഇവിടുത്തെ നാട്ടുകാർക്കാണ്. ബ്രോക്ക് പറയും, ഇപ്പോൾ എനിക്ക് മനസ്സിലായി ഇവിടുത്തെ നാട്ടുകാർക്ക് എന്തുകൊണ്ടാണ് പോക്കിമോൺ ട്രെയിനേഴ്സിനെ ഇഷ്ടമില്ലാത്ത എന്ന്. മിസ്റ്റി പറയും, ഇതൊരു പോക്കിമോൺ ബാറ്റിൽ അല്ല, ഇതൊരു സ്ട്രീറ്റ് ഫൈറ്റ് ആണ്. അപ്പോഴായിരിക്കും കടയിലേക്ക് ടീം റോക്കറ്റ് കയറി വരിക. മിയാവത്ത് പറയും, കുക്ക്, ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണങ്ങളൊക്കെ കൊണ്ടുവരണം, ഞങ്ങൾക്ക് നന്നായി വിശക്കുന്നുണ്ട്. അവരാണെങ്കിൽ കാസ് ജിമ്മിന്റെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടാണ് അവരെ പേടിപ്പിക്കുന്നത്. നിങ്ങൾക്ക് തരുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ, പക്ഷെ കാസ് ജിം തന്നെ ഇവിടുത്തെ ബില്ലടിച്ചിട്ട് വർഷങ്ങളായി. അശി പറയും, അവരെ കണ്ടിട്ട് എവിടെയോ കണ്ടതുപോലെ തോന്നുന്നുണ്ട്. ഭക്ഷണം കിട്ടില്ലെന്ന് മനസ്സിലാക്കിയപ്പോൾ ടീം റോക്കറ്റ് ആ ഷോപ്പ് ആക്രമിച്ചു തകർക്കാൻ നോക്കും. അപ്പോൾ ആഷും മിസ്റ്റിയും ബ്രോക്കും അതിൽ ഇടപെടും. അപ്പോൾ തന്നെ ടീം റോക്കറ്റ് അവിടുന്ന് ഓടിപ്പോകും. പെട്ടെന്നാണ് അങ്ങോട്ട് യാസ് ജിമ്മിൽ ഒരു മെമ്പർ വന്ന് പറയുക, അത് അടിപൊളിയായിരുന്നു, ഞാൻ നിങ്ങൾ ചെയ്ത എല്ലാതും കണ്ടു. നിങ്ങളെപ്പോലത്തെ ശക്തിയിലെ പോക്കിമോൺ മാസ്റ്റേഴ്സിനാണ് യാസ് ജിമ്മിന് ആവശ്യം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും യാസ് ജിമ്മിന്റെ ബോഡി ഗാർഡ് ആവാൻ പറ്റും. നിങ്ങൾ ഞങ്ങളുടെ പോക്കിമോൺ ജിമ്മിന്റെ ടീമിൽ വന്നാൽ ഞങ്ങൾ ഒരുപാട് പവർഫുൾ ആവുമെന്ന് പറയും. നിങ്ങളെ പേരുകൾ എന്താന്ന് ചോദിക്കും. മിസ്റ്റി പറയും, നമ്മുടെ പേരുകൾ പറഞ്ഞാൽ അത് ഒരുപാട് പ്രശ്നമാകും, നമ്മുടെ പേര് മാറ്റി പറയാമെന്ന് പറയും. ആഷാണെങ്കിൽ ആഷിന്റെ പേര് ടോം മാറ്റോ എന്ന് പറയും. മിസ്റ്റി ആണെങ്കിൽ ആൻ ചോവി എന്ന് പറയും. റോക്കാണെങ്കിൽ സീസർ സാലഡ് എന്ന് പറയും. നിങ്ങൾക്ക് 3 പേർക്കും ഞങ്ങളുടെ ജിമ്മിൽ ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അങ്ങനെ അവർ ഓക്കെ പറഞ്ഞ് യാസ് ജിമ്മിലെത്തും. അങ്ങനെ യാസ് ജിമ്മിന്റെ ലീഡർക്ക് ആഷിനെയും മിസ്റ്റിയെയും ബ്രോക്കിനെയും പരിചയപ്പെടുത്തി കൊടുക്കും. പെട്ടെന്നാണ് സൈഡക്ക് അവരെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അറ്റാക്ക് കൊള്ളുകയാണെങ്കിൽ പീക്കാച്ചിന്റെ കയ്യിലെ കെച്ചപ്പ് ബോട്ടിലിനെ ആ ബോട്ടിൽ പൊട്ടി അതിലെ സോസ് സൈഡക്കിന്റെ കണ്ണിലാവും. അതിനുശേഷം സൈഡക്കാണെങ്കിൽ സൈഡക്കിന്റെ മാസ്റ്ററിനെ തന്നെ അറ്റാക്ക് ചെയ്യും. വേറെ മാർഗമില്ലാത്ത സൈഡക്കിനെ പോക്കിബോളിലേക്ക് തിരിച്ചു വിളിക്കും. ആ മണ്ടൻ ലീഡർ വിചാരിക്കും ഇതൊക്കെ ഇവരുടെ കഴിവാണെന്ന്. നിങ്ങൾ ഉറപ്പായിട്ടും എനിക്ക് വേണ്ടി വർക്ക് ചെയ്യണം, അത് ഞങ്ങൾക്ക് ഒരുപാട് വലിയ ശക്തിയായി മാറും. ആശുപരം, എനിക്ക് നിങ്ങളുടെ ഒരു കാര്യം ചോദിക്കാനുണ്ട്. എന്തിനാണ് നിങ്ങൾ 2 പേരും ഒഫീഷ്യൽ ജിം ആവാൻ ശ്രമിക്കുന്നത്? അത് ഉറപ്പായിട്ടും പണത്തിന് വേണ്ടി തന്നെയാണെന്ന് അയാൾ പറയും. ഏറ്റവും പെട്ടെന്ന് പൈസ ഉണ്ടാക്കണമെങ്കിൽ ഒരു ഒഫീഷ്യൽ ജിമ്മായി മാറിയേ പറ്റൂ. ഓ, അതാണോ നിങ്ങളുടെ കാരണം? അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബോഡി ഗാർഡ് ആവില്ല. പോക്കിമോൻ ഒരിക്കലും പൈസ ഉണ്ടാക്കാനുള്ള ഒരു ആയുധമല്ല. പോക്കിമോൻ നമ്മളെ കൂട്ടുകാരനും കൂടിയാണെന്ന് പറഞ്ഞ് അതുപോലത്തെ മാസ് ഡയലോഗുകൾ അടിച്ച് ആശ തിരിഞ്ഞു നടക്കും. ഇയാളാണെങ്കിൽ യാസ് ജിമ്മിനോട് മൊത്തം ആഷിനെയും ടീമിനെയും അറ്റാക്ക് ചെയ്യാൻ പറയും. അവരാണെങ്കിൽ അവിടുന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് തിരിച്ച് ആ റെസ്റ്റോറൻറ്റിൽ തന്നെ എത്തും. ആഷിനാണെങ്കിൽ കുറെ അടിയിടിയൊക്കെ കിട്ടിയിട്ടുണ്ടാവും. പക്ഷെ ആഷ തീരുമാനിക്കും ഈ പ്രശ്നം സോൾവ് ചെയ്തിട്ട് ഈ സിറ്റി വിടുന്നുള്ളൂ. ഇവിടെയാണെങ്കിൽ 2 ടീമുകളും തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് യുദ്ധം ചെയ്യാൻ വേണ്ടി. അപ്പുറത്താണെങ്കിൽ ആഷും കൂട്ടുകാരും
വലിയൊരു ട്രാപ്പ് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ എല്ലാ പ്രശ്നവും സോൾവ് ചെയ്യാനില്ലേ. അങ്ങനെ യാസ് ഗ്യാങ്ങും കാസ് ഗ്യാങ്ങും തമ്മിലില്ലേ യുദ്ധം തുടങ്ങും. ഇവിടെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആശും കൂട്ടുകാരും ഇവിടെ പണി തുടങ്ങും. ഒരു ഡ്രം നിറച്ച് കെച്ചപ്പ് സോസ് കാസ് ഗ്യാങ്ങിന്റെയും യാസ് ഗ്യാങ്ങിന്റെയും ലീഡറുടെ മേലേക്ക് ചിന്തും. അതിന്റെ ഒപ്പം ടീം റോക്കറ്റിന്റെയും. റെഡ് കളർ കണ്ടോടെ 2 പോക്കിമോൺസും അവരുടെ മാസ്റ്റേഴ്സിനെ നേരെ തിരിയും. ഈ കുറച്ച് കെച്ചപ്പ് സോസ് ഈ 2 പോക്കിമോന്റെ മേലേക്കും ചിന്തും. അങ്ങനെ 2 പോക്കിമോനും കൂട്ടിയിടിച്ചും അതോടെ പ്രശ്നം തീർന്നു നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെ ആയിരിക്കും പ്രശ്നം തുടങ്ങുക. അങ്ങനെ 2 ടീമിന്റെയും ലീഡേഴ്സ് ഒന്നിച്ച് ആഷിനും ടീമിനും പണി കൊടുക്കാൻ തീരുമാനിക്കും. എന്നാൽ ആഷിന്റെ കയ്യിലാണെങ്കിൽ അതിനും പ്ലാൻ ഉണ്ടായിരുന്നു. പിക്കാച്ചുന്റെ ഒറ്റ ഇലക്ട്രിക് ഷോക്കിൽ മൊത്തം ടീമും തീരുമാനമാകും. പക്ഷേ ഈ 2 ലീഡേഴ്സ് ആഷിനെയും ടീമിനെയും വിടില്ല. അപ്പോഴായിരിക്കും ആഷിനെയും ടീമിനെയും എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന അയാൾ മുന്നോട്ട് വരിക. അയാളാണെങ്കിൽ പോക്കിമോൺ ലീഗിലെ ഒഫീഷ്യൽ ഇൻസ്പെക്ടറാണ്. ഇൻസ്പെക്ടർ ആണെങ്കിലും അതൊരു നൈസ് ജോയി ആയിരുന്നു. നൈസ് ജോയി ആണെങ്കിൽ അവർക്ക് ഒരു ചാൻസ് കൂടിയും കൊടുക്കും ഒന്നുകൂടി ഫസ്റ്റ് കന്ന് തുടങ്ങാൻ. അങ്ങനെ അവർ നശിപ്പിച്ച് അവരുടെ ഗ്രാമത്തിലെ ഓരോ വീടുകളും അവർ തിരിച്ചു പണിഞ്ഞു കൊടുക്കും എല്ലാവരും ഒന്നിച്ച്. അങ്ങനെ ആശും കൂട്ടുകാരും ആ ഗ്രാമത്തിൽ നിന്ന് ഡാർക്ക് സിറ്റി എന്നറിയപ്പെട്ട ഗ്രാമം വെളിച്ചമാക്കി കൊടുത്ത് ആശും കൂട്ടുകാരും അവിടുന്ന് യാത്രയാവുകയാണ്. അവിടെയാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത എപ്പിസോഡ് ഉടനെ തന്നെ വരാം.